ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന പുട്ട് ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. ഒരുപാട് നാളായി മക്കള് വാശി പിടിക്കുമായിരുന്നു ഈ ഒരു പുട്ട് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയിട്ടുള്ളത്. എന്തായാലും സാധാരണ 3 ലെയറായിട്ട് 3 ഫ്ലേവറിലായിട്ടാണ് ഈ ഒരു പുട്ട് ഐസ്ക്രീം തയ്യാറാക്കാറുള്ളത്. അങ്ങനെ ഈ പിസ്ത ഐസ്ക്രീമും വാനില ഐസ്ക്രീമും ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഈ ഐസ്ക്രീമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഈ സ്ട്രോബെറി ഐസ്ക്രീം മാത്രമേ ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പുട്ട് കുറ്റി ഫ്രീസ് ചെയ്ത് വെക്കണം. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മോൾഡ് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പുട്ട് കുറ്റിയിലോട്ട് ഈ മോൾഡ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് നട്ട്സാണ്. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം വെച്ചിട്ട് ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാവുന്നതാണ്. പ്രത്യേകിച്ചൊരു കണക്കൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ അല്പം ഉണക്കമുന്തിരി അതുപോലെ തന്നെ 2 കളറിലായിട്ട് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. അതിപ്പോൾ വേണ്ട കേട്ടോ. അങ്ങനെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യം ഇല്ല ഈ ഒരു പുട്ട് ഐസ്ക്രീം ട്രൈ ചെയ്യുന്നതിൽ. കാരണം ഈ ഒരു നട്ട്സും ഐസ്ക്രീമും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് തന്നെയല്ലേ ഈ ഒരു പുട്ട് കുറ്റിയിൽ ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിക്കുന്നതിൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇനി ഇതിലൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഓരോ ലെയറായിട്ടാണ് ഈ ഒരു പുട്ടുകുറ്റിയിൽ നമ്മൾ ഈ ഐസ്ക്രീമും നട്ട്സും എല്ലാം ചേർത്തിട്ട് സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റിൽ തന്നെ 2-3 സ്പൂണ് ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഫസ്റ്റായിട്ട് നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം 2-3 സ്പൂണ് വെച്ച് കൊടുക്കാം. ഓരോ ലെയർ ഐസ്ക്രീമും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ആ ഐസ്ക്രീം താഴോട്ട് ഇറങ്ങി പോവുകയുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഈ ഐസ്ക്രീം മെൽറ്റായി പോവുകയും ചെയ്യും. അങ്ങനെ രണ്ടാമതും ഇതുപോലെ ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് വനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം.
ഈ ഒരു സ്റ്റെപ്പ് തന്നെ ലെയറായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കോൺഫ്ലെക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറി വെച്ച് കൊടുത്തിട്ട് ഇത് ഏകദേശം കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ സെറ്റാക്കി എടുക്കേണ്ടതാണ്. ഇനി പുട്ട് ഐസ്ക്രീം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലോട്ട് അല്പം കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് നട്ട്സാണോ ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു നട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണേ. ഏകദേശം 3-3.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല പോലെ സെറ്റായി തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.